നമസ്കാരം. നിശയിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീ മുരാരി ബാബു മരണപ്പെട്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ രണ്ടാം പ്രതിയായിരുന്നു അദ്ദേഹം 90 ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളപ്പെടുകയായിരുന്നു. പിന്നീട് സ്വമേധയാ ജാമ്യം കിട്ടി. അതിനുശേഷം ക്യാൻസർ രോഗബാധിതനായ അദ്ദേഹം രോഗം മൂർച്ഛിച്ച് ഇന്ന് മരണപ്പെട്ടതായ വാർത്ത വന്നു. അത് മനുഷ്യരുടെ നൈതികതയുടെ അപജയത്തിൻ്റെ ഒരു വളരെ വലിയൊരു നേർക്കാഴ്ച തന്നെയാണ്. കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ അഹംബോധം വെടിഞ്ഞ് തത്വമസി എന്ന മഹത്വാക്യം നെഞ്ചിലേറ്റി എത്തിച്ചേരുന്ന പുണ്യസ്ഥലമാണ് ശബരിമല. അവിടെയാണ് സ്വർണ്ണക്കൊള്ളയുടെ കരിനിഴൽ വീണത്. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിൻ്റെ പേര് ഉയർന്നു വന്നപ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ അഴിമതിക്കഥയല്ല, മറിച്ച് സമൂഹത്തിൻ്റെ മനുഷ്യരുടെ തന്നെ അല്ലെങ്കിൽ വ്യവസ്ഥിതിയുടെ നൈതികത തകർച്ചയുടെ ഒരു നേർചിത്രമായിട്ട് തന്നെയാണ് നാം കണ്ടത്. വല്ലാതെ ഞെട്ടലുണ്ടാക്കി നമുക്കൊക്കെ. അത്രയും ഭക്തിയോടെയാണ് നാം എല്ലാവരും, അത്രയും പരിഭാവനമായൊരു സ്ഥലമായിട്ടാണ് നാം ശബരിമലയെ കണ്ടിരുന്നത്. അവിടെയാണ് പൗരോഹിത്യത്തിൻ്റെയും ഉദ്യോഗസ്ഥ വൃന്ദരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഒത്താശയോടുകൂടി ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള നടന്നത്. മനുഷ്യൻ്റെ ആർത്തി, മനുഷ്യൻ്റെ ലോഭം ഈശ്വരീയതയേക്കാൾ മേലെ നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഭക്തി അവിടെ ഒരു ഭക്തിയുടെ പൊയ്മുഖം മാത്രമായി മാറി. അവിടെയൊക്കെ ആ ഉദ്യോഗസ്ഥരുടെയും ആ പുരോഹിതരുടെയും നമ്മൾ ദൈവത്തിന് തുല്യമായി കാണുന്നവരാണ് മേൽശാന്തിയൊക്കെ തന്നെ, അല്ലെങ്കിൽ കീഴ്ശാന്തികളൊക്കെ തന്നെ. അവരുടെ നേതൃത്വത്തിലാണ് ഇത്രയും വലിയൊരു കൊള്ള അവിടെ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ നിഷ്കളങ്കരായ ഭക്തർക്ക്, മനുഷ്യർക്ക് അവസാനത്തെ അവലംബം എന്ന് കരുതി പോകുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ആ സ്വർണം, ആ സമ്പത്തിന് പരിഭാവനമായി കാണുന്നതിന് പകരം അതിനെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞത് പൊറുക്കാവുന്ന ഒരു അപരാധമല്ല. അപ്പോൾ മുരാരി ബാബുവിൻ്റെ ഈ മരണം നമ്മോട് പറയുന്നത് അദ്ദേഹം കട്ടും വെട്ടിപ്പിടിച്ചും ഉണ്ടാക്കിയതൊന്നും തന്നെ അദ്ദേഹം കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. പ്രകൃതിയുടെയും നൈതികതയുടെ മുന്നിൽ അദ്ദേഹം മാത്രമല്ല, ഓരോ മനുഷ്യരും വളരെ നിസ്സാരരാണ് എന്നുള്ളത് കൂടിയാണ്. നമ്മൾ ആരും കാണാത്തപ്പോൾ പോലും നമുക്ക് ശരിയായ ഒരു പ്രവൃത്തി, ശരിയായി ജീവിക്കാൻ ആരും കാണാത്തപ്പോൾ പോലും ശരിയായി ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ആന്തരിക ബോധമാണല്ലോ നൈതികത. അപ്പോൾ ഉള്ളവനിൽ ദൈവം വസിക്കുന്നുണ്ട്. അത് മേൽശാന്തി ആവണമെന്നൊന്നുമില്ല, കീഴ്ശാന്തി ആവണമെന്നില്ല. അവൻ വീട്ടിലിരുന്ന് വിളിച്ചാലും ദൈവം കേൾക്കും. എന്നാലും ദൈവചൈതന്യം കുടികൊള്ളുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി സമർപ്പിക്കുക. അതൊരു ഡിസിപ്ലിനാണ്. അവിടെ അത്രയും പരിഭാവനമായൊരു സ്ഥലത്തേക്കാണ് മനുഷ്യരെല്ലാം 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് ദൈവവുമായി താതാത്മ്യം പ്രാപിച്ചു പോകുന്നത്. ആ ശബരിമലയിൽ ഉണ്ടായ നൈതികത ഇല്ലായ്മ ഒരു വ്യക്തിയുടെ മാത്രം നൈതികതയായിട്ടല്ല ഞാൻ കാണുന്നത്. അത് ഒരു വ്യവസ്ഥിതിയുടെ
അധപതനമാണ്, അപചയമായിട്ടാണ് നാം കാണുന്നത്. മുരാരി ബാബു സ്വർണം കട്ടു, ഭഗവാന്റെ സ്വർണം കട്ടു. മുരാരി ബാബു പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴി ആണ് ഏറ്റവും വലിയ ട്വിസ്റ്റായി മാറിയത്. അദ്ദേഹമാണ് അത് ചെമ്പ ആണ് എന്ന് എഴുതി ചേർത്തത്. പക്ഷേ അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എഴുതി ചേർക്കാൻ മേലുദ്യോഗസ്ഥരും ഭരണസമിതിയൊന്നും അറിയാതെ അങ്ങനെ ഒരു വാചകം എഴുതി ചേർക്കാനുള്ള ധൈര്യം എനിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള അധികാരം എനിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്തെന്നാണ് ആ ട്വിസ്റ്റ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ പ്രപഞ്ച സത്യമുണ്ട്, ദൈവമുണ്ട്, അയ്യപ്പന് ശക്തിയുണ്ട്. ഇനി ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ കോടതിയിൽ ആരൊക്കെ വെറുതെ വിട്ടാലും നൈതികതയും പ്രപഞ്ച സത്യവും പ്രകൃതിയും ഒന്നും തന്നെ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. ആ ശിക്ഷ, ആ പെനാൽറ്റിയിലൂടെ നമ്മൾ അണ്ടർഗോ ചെയ്യേണ്ടതായിട്ട് തന്നെ വരുമെന്നാണ് മുരാരി ബാബുവിൻ്റെ മരണം നമ്മോട് പറയുന്നത്. വേദന, ഒരു രോഗി എന്നുള്ള പരിഗണന പോലും അദ്ദേഹത്തിന് കിട്ടാതെയാണ് അദ്ദേഹം മരിച്ചത്. ഒരു കള്ളനെയല്ലേ, ഭഗവാന്റെ സ്വത്ത് കട്ടവനോട് എന്ത് അനുകമ്പ എന്ന് ആളുകൾ കരുതിയിട്ടുണ്ടാവും. നീ വേദനിക്ക്, നീ അവിടെ കിടന്ന് വേദനിക്ക്, നീ ചെയ്തതിന് ഇതൊന്നും പോരാ എന്നൊരു ക്യാൻസർ രോഗിയോട് ഒരു സമൂഹം പറയുന്നൊരവസ്ഥ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് നാണക്കേട്, അങ്ങനെ അത്രയും നാണം കെട്ടൊരു മരണം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു ശിക്ഷ ഇല്ല. അപ്പോൾ മുരാരി ബാബുവിൻ്റെ മരണം നമ്മോട് പറയുന്നത്, നമ്മൾ കെട്ടിപ്പൊക്കുന്നതൊന്നും എല്ലാം തന്നെ താൽക്കാലികം മാത്രമാണ്. അത് മനസ്സിൽ അടിയുറച്ച്, അല്ലെങ്കിൽ അത് ദൃഢമായി അത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ നാം ഓരോ കാര്യങ്ങളും ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. മാത്രമല്ല, നമ്മൾ കാട്ടുന്ന അഹങ്കാരവും നൈതികതയില്ലായ്മയും എല്ലാം തന്നെ വെറും മരീചിക മാത്രമാണ്. നമ്മൾ കരുതും ചവിട്ടി തേച്ച് നടന്നു പോകുമ്പോൾ നമ്മുടെ കാൽച്ചൂട്ടിലാണ് ലോകം മുഴുവൻ എന്നുള്ളത്. അത് വെറും അബദ്ധധാരണയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം നമ്മോട് പറയുന്നത്. അത് വെറും മരീചികയാണ്. പിന്നെ ഭൂമിയിൽ നാം അവശേഷിപ്പിച്ചു പോകുന്ന നന്മയുടെ അളവുകോൽ മാത്രമാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം എന്നുള്ളതാണ്. എല്ലാ കള്ളന്മാരും മരിച്ചാൽ, ഈ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചി കുത്താൻ പഴുതില്ലാത്തയിടം ആളുകൾ അവിടെ കൂടുന്നത് കാണാം. ജസ്റ്റ് ലൈക്ക് സ്വാംസ് ഓഫ് ആൻഡ്സ്, ഉറുമ്പിങ്ങനെ കൂടുന്ന പോലെ. അപ്പോൾ ഘനമുള്ള മരണം, കള്ളന്മാർക്കൊക്കെ ഇപ്പോൾ ഘനമുള്ള മരണമാണ്. മുഖ്യമന്ത്രി മരിച്ചാൽ നിഷ്കളങ്കരാണോ അവരൊക്കെ? എനിക്ക് തോന്നിയില്ല പൊതുഖജനാവ് കൈകാര്യം ചെയ്ത് അത്രയ്ക്കധികം തട്ടിച്ചും വെട്ടിച്ച് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് ഓരോ താഴേക്കടയിലുള്ള ആൾക്കാരും അവർ അടയ്ക്കുന്ന നികുതി പണമാണ് നമ്മുടെ പൊതുഖജനാവിലുള്ളത്. അവർക്കും കൂടി അർഹതപ്പെട്ട കാശ് ഒരു സ്ഥലത്തേക്ക് മാത്രം, അല്ലെങ്കിൽ ഒരാളുടെ അക്കൗണ്ടിലെ ഒരു കുടുംബത്തേക്ക് മാത്രം എക്യുമുലേറ്റ് ചെയ്ത് വെൽത്ത് എക്യുമുലേഷൻ നടത്തി സസുഖമാണ് പാവപ്പെട്ടവരെ വഞ്ചിക്കുന്നത്. ലോകത്തിൻ്റെ കോടതി ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം. പലരും ഉണ്ടല്ലോ ഇപ്പോൾ, ലോകത്തിൻ്റെ കോടതി വെറുതെ വിട്ടേക്കാം. വെൽത്ത് എക്യുമുലേഷൻ ഓഫ് വെൽത്ത് തെറ്റാണ് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രവും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിലേറുന്നവരാണ് ഇത്തരം കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നത് പറയുന്നത്. ഫാമിലി, സ്റ്റേറ്റ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ തന്നെ തച്ചുടയ്ക്കേണ്ടതാണ്. അതൊന്നും പാടില്ല, എല്ലാം എല്ലാവരുടെയാണ് എന്ന് പറഞ്ഞ് ഭരണത്തിലേറുന്ന വ്യക്തികൾ ഈശ്വരവിശ്വാസം സയൻറ്റിഫിക് ടെമ്പറാണ് വേണ്ടത് ദൈവത്തിൻ്റെ. അതുകൊണ്ടായിരിക്കാം അവർക്ക് ദൈവത്തിലൊന്നും വിശ്വാസം. പക്ഷെ അതൊക്കെ നമുക്ക് പൊറുക്കാം. പക്ഷെ മേൽശാന്തിയും കീഴ്ശാന്തിയും ചെയ്യുന്നത് നമുക്ക് പൊറുക്കാൻ പറ്റില്ലല്ലോ. അവർ കാശ് വാങ്ങുക, ദക്ഷിണ വാങ്ങുക, മറ്റത് ക്യാഷായിട്ടും കൈൻഡായിട്ടും പാവപ്പെട്ട ജനങ്ങളുടെ ഇന്നസെൻസിനെ ചൂഷണം ചെയ്ത് വാങ്ങി അവർക്ക് മാത്രമേ
ഒരു ബ്രാഹ്മിൻ ആയതുകൊണ്ട്, ബീങ് എ ബ്രാഹ്മിൻ ആയതുകൊണ്ട് അവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശ്രീകോവിലേക്ക് പ്രവേശനമുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്നോളൂ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. എന്നിട്ട് അവർക്ക് വിശ്വസിച്ച് കൊടുത്ത കാശും അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിച്ച കാശും ഒക്കെ അവർക്ക് ദക്ഷിണയായിട്ട് അനവധി കിട്ടുന്നുണ്ട്. അത് പോരാതെ ദൈവത്തിന് സമർപ്പിച്ചത് കൂടി തട്ടിയെടുക്കുക, കൊള്ളയടിക്കുക, അതിന് പലരോടും ചങ്ങാത്തത്തിലാവുക, ഒരു കൂട്ടക്കൊള്ള നടത്തുക എന്നുള്ളത് പൊറുക്കാൻ പറ്റാത്ത അപരാധമാണ്, അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ ഈ ഡെത്തിൽ ഗ്ലോറി ഒന്നും വേണ്ട, ഭഗവാന്റെ മുന്നിലുള്ള ഡെത്ത്. ഇവിടെ കുറേ ആളുകൾ ജനാവലി കൂട്ടിയാൽ ഗുഡ് ബൈ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളുടെ മരണത്തിൽ. ഒരു മന്ത്രിയുടെ മരണത്തിന് കാണാൻ ജനങ്ങൾ, പാവപ്പെട്ടവർ കാണാൻ നെഞ്ചത്തടിച്ച് ഒളിച്ചൊക്കെ പോകണം ഒരു ട്രെൻഡിൻ്റെ പിന്നാലെ. വെറും ബോഷ്കാണ്. നമ്മൾ ആരും അറിയാണ്ട് ഒരു ഇല കൊഴിഞ്ഞു പോകണ പോലെ മരിച്ചു പോയാലും മതി, ഭഗവാന്റെ മുന്നിൽ ഗ്ലോറി ഉണ്ടായാൽ മതി. മുരാരി ബാബുവിൻ്റെ മരണം എന്തായാലും വലിയൊരു പാഠം തന്നെയാണ് തരുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ ലോകത്തിൻ്റെ കോടതി ഒരുപക്ഷെ വെറുതെ വിട്ടേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ മാപ്പില്ല എന്ന വലിയൊരു പാഠം തന്നെയാണ്. നന്ദി, നമസ്കാരം.